അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ വീട്ടിലേക്കെത്തി. 11:40 രാവിലെ പുറപ്പെട്ടിട്ട്. ഇത്ര ദൂരമൊന്നുമില്ല, പക്ഷെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി റേഷൻ കടയിൽ പോയി റേഷനൊക്കെ വാങ്ങി പിന്നെ വീട്ടിലെത്തി. നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ഒരു വ്ളോഗ് പോലെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. ഫുൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. രാവിലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ പയ്യന്നൂർ ടൗണിലേക്ക് നടക്കുക, ബസ് കയറാൻ വേണ്ടി. അതാണ് പയ്യന്നൂർ പാസ്പോർട്ട് ഓഫീസ്. ഇനി ഇവിടെ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് വരെ നടക്കുക. അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. ഇതാണ് കേളോത്ത് ക്രിസ്ത്യൻ പള്ളി. ഇവിടെ നിന്ന് എങ്ങനെ നോക്കി ഇവിടെ മുസ്ലിം പള്ളിയും കാണാം. ഇതാണ് ഗാന്ധി സ്മൃതി മണ്ഡപം. ഗാന്ധിയുടെ നേരം പരപരാന്ന് പിളർന്നു വരുന്നുണ്ട്. അങ്ങനെ നടന്ന് ഏതാണ്ട് പകുതി വഴിക്കെത്തി. റോഡൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആവുന്നുണ്ട്. രാവിലെ തന്നെ ആളുകൾ ജോലിക്ക് പോയി നടക്കാൻ പോവുകയും ഒക്കെ ചെയ്ത് അത്യാവശ്യം ആൾക്കാർ റോട്ടിലുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ക്ലീനിങ് തൊഴിലാളികൾ രാവിലെ തന്നെ റോഡും എൻ്റെ പരിസരവും റോഡ് സൈഡെല്ലാം ഫുൾ നീറ്റാണ്, ക്ലീൻ ആക്കുന്നുണ്ട്. നമ്മൾ കുറേ വൃത്തികേടാക്കും. ഇതുപോലുള്ള പോകണം രാവിലെ പോയി ഇതൊക്കെ ക്ലീൻ ചെയ്യും. നമ്മൾ വൃത്തികേടാക്കാതെ നിന്നാൽ മതി. വൃത്തികേടാക്കാതെ പിന്നെ ഇതൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ വന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്ത് ചാക്കിലാക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വേറെ വണ്ടി വന്ന് വേസ്റ്റെല്ലാം എടുത്ത് പോകും. നമ്മളങ്ങനെ നടന്ന് ഇതുവഴിയാണ് പയ്യന്നൂർ അമ്പലത്തിലേക്ക് പോകുന്നത്. നടന്ന് BKM ജംഗ്ഷനിലേക്ക് എത്തി. സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് ആണ് കാണുന്നത്. ഇതാണ് BKM ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മൾ നടന്ന് പയ്യന്നൂർ പഴയ സ്റ്റാൻഡിലേക്ക് എത്തി. This is the പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ്. ഇതാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ്. ഓട്ടോയൊക്കെ രാവിലെ തന്നെ ഉണ്ട് രണ്ട് സൈഡിൽ. ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ്. നമ്മൾ പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറുന്നത്. പഴയ ബസ് സ്റ്റാൻഡെല്ലാം കഴിഞ്ഞ് നടന്ന് നമ്മൾ
പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്താറായി. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് ബസ്സുണ്ട്, കാസർഗോഡ് ഭാഗത്തേക്ക് കാഞ്ഞങ്ങാടേക്ക് മറ്റേ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, KSRTC ലിമിറ്റഡ് സ്റ്റോപ്പൊക്കെ കിട്ടണമെങ്കിൽ പുതിയ സ്റ്റാൻഡിലേക്ക് തന്നെ പോകണം. അങ്ങനെ പുതിയ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് TT പഠിക്കാനൊക്കെ. അതാണ് പയ്യന്നൂർ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അതിന് മുമ്പിലൂടെ വലിയൊരു മാള്, ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ അങ്ങായി, പക്ഷെ ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. എന്താണ് മുകുന്ദ ആശുപത്രി, കണ്ണാശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി. കുറച്ചുകൂടെ മുന്നോട്ട് പോയെങ്കിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്. ഇതാണ് മുകുന്ദ ആശുപത്രിയുടെ ഫ്രണ്ട് റോഡ് എന്നുള്ള വ്യൂ. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി റോഡ് സൈഡ് തന്നെയാണ് പയ്യന്നൂർ. ഇനി കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് സ്റ്റാൻഡിലേക്ക് എത്തും. ഇവിടെ പൂക്കടയൊക്കെ നല്ല ഓപ്പണായി സജ്ജീവമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പയ്യന്നൂർ പുതിയ സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡൊന്നുമില്ല, സ്റ്റാൻഡ് പുതിയത് കിട്ടുന്നുണ്ട് കുറേ കാലമായി പറയുന്നു. കെട്ടിയിട്ടാവുമെന്നറിയില്ല എവിടെയാണ് ബസ് വരുന്നത്. അപ്പോൾ ബസ് കയറിയിട്ടുണ്ട്, KSRTCയിലാണ്. KSRTC പോയിക്കൊണ്ടിരിക്കുന്നു. ഫാസ്റ്റ് പാസഞ്ചർ KSRTC. പെരുമ്പയിലേക്ക് എത്തി. രാവിലെ ആയതുകൊണ്ട് റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് താനും. KFC ഉണ്ട് അവിടെ. അങ്ങനെ പയ്യന്നൂർ വിട്ട് ബസ് പെരുമ്പ വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും നാഷണൽ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മലയൊക്കെ അടിച്ച് പൊളിച്ച് അതിലൂടെ റോഡുണ്ടാക്കാൻ നല്ല സ്പീഡിലാണ് ഫസ്റ്റ് പാസഞ്ചർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കുന്ന് മുഴുവൻ ഇടിച്ച് നിരത്തി, ഇതിനേക്കാളിടിച്ച് നിരത്തിയ ഒരു സ്ഥലം കൂടി ഉണ്ട് മുന്നിൽ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഇപ്പോൾ നമ്മൾ ചെറുവത്തൂരേക്ക് എത്തിക്കൊണ്ട് നിൽക്കുന്നു. പയ്യന്നൂരിൽ നിന്ന് വരുമ്പോൾ ചെറുവത്തൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. പുതിയ ഹൈവേയിൽ കൂടിയിട്ടാണ് വരുന്നത്, പഴയ മുന്നേ പോയിക്കൊണ്ടുണ്ടായ വഴിയല്ലേ. നമ്മൾ ചെറുവത്തൂർ സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ് കയറി ഇറങ്ങി. സ്റ്റാൻഡിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്നവരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം. ഒരു കുന്നിനപ്പാട് ഇടിച്ച് നിരത്തിയിട്ട് അവിടെ റോഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് ഒരു പഴയ ഫോസിൽ, ജൈവ ഫോസിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുന്ന് നല്ല മഴക്കാലത്ത് ഇടിയാണ്. നല്ല ഉറവയൊക്കെ വന്ന് മൊത്തം ഇടിഞ്ഞ് വീഴുകയാണ്. മതിലൊക്കെ കിട്ടിയിട്ടുണ്ട്, സംരക്ഷണ ഭിത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം ഇത് സംരക്ഷിക്കപ്പെടുന്നൊന്നും നമുക്കറിയില്ല. അതില്ല, കുന്നിനപ്പാടെ പകുതിയോളം ഇപ്പം തന്നെ ഇടിച്ച് നിരത്തി. ഇങ്ങനെയാണ് റോഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. ഈ ഒരു റൂട്ടിൽ എപ്പോൾ വരുമ്പോഴും, അത് ബസ്സിലായാലും എങ്ങനെ വരുമ്പോഴും എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളൊരു സ്പോട്ടിലാണ് പറ്റില്ല. കാര്യംകോട് പാലം പുതിയ പാലത്തിലൂടെയിട്ടാണ് ഇപ്പോൾ ബസ് പോകുന്നത്. അടിക്കൂടി കാര്യംകോട് പുഴ ആണ് വിശാലമായിട്ട് ഒഴുകുന്നത്. ഇവിടെ വള്ളംകളിയൊക്കെ നടക്കുന്നുണ്ട്. കാണാൻ നല്ല രസമായിരിക്കും.
പുഴ കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാലത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പള്ളിക്കര മേൽപ്പാലത്തിലേക്കാണ് നേരെ കയറി പോകുന്നത്. പള്ളിക്കര മേൽപ്പാലം പുതുതായിട്ട് ഓപ്പണായ മേൽപ്പാലമാണ്. അതും വളരെ നല്ല രീതിയിൽ തന്നെയുള്ളത്. അതിൻ്റെ മേലെ കൂടി പോകാനൊക്കെ നല്ല രസമാണ്. അവിടെ നിന്ന് കാണുന്ന വ്യൂ നല്ല രസമാണ്. ഇവിടെയും ഈ വലതുഭാഗത്ത് കാണുന്ന കുന്നും ഇടിച്ച് നിരപ്പാക്കിയതാണ്. ഇതാണ് പള്ളിക്കര മേൽപ്പാലം. ഒരു കാലത്ത് നാഷണൽ ഹൈവേയിൽ കേരളത്തിലല്ല, ഈ ഒരു ഭാഗത്ത് തന്നെ ഇത് റെയിൽവേ ക്രോസ് ഉണ്ടായ ഒരു സ്ഥലമായിരുന്നു. കുറേ സമയം അവിടെ ബ്ലോക്കിൽ പെട്ട് നിന്നിരുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ ഇപ്പോൾ മേൽപ്പാലമൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. നല്ല മേൽപ്പാലം, നല്ല 4 വരിയാൻ തോന്നും. ഇങ്ങനെ മേൽപ്പാലത്തിൽ കൂടി നമ്മളിനി നീലേശ്വരത്തേക്ക് കിടക്കുകയാണ്. മേൽപ്പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നീലേശ്വരം, അത് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട്, അങ്ങനെയാണ് ബസ് പോകുന്നത്. അങ്ങനെ നമ്മൾ നീലേശ്വരം സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നീലേശ്വരവും പയ്യന്നൂർ പോലെയാണ്, ഹൈവേയിലല്ല. ബസ് സ്റ്റാൻഡ് വരുന്നത് കുറച്ച് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ ഇതാണ് നീലേശ്വരം സ്റ്റാൻഡിലേക്കുള്ള വഴി. റോഡ് സൈഡ് കായ്ക്കൊലയൊക്കെ ഇറക്കുന്നതും കയറ്റുന്നൊക്കെ ഉണ്ട്. കൂലിക്കാരവിടെ നിന്നിട്ടുണ്ട്. ചുമട്ട് തൊഴിലാളികൾ രാവിലെ ലോഡ് വരുന്നതൊക്കെ കാത്ത് അവരവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നീലേശ്വരം സ്റ്റാൻഡിലോട്ട് ബസ് കയറുന്നുണ്ട്. നീലേശ്വരം സ്റ്റാൻഡ് ഇപ്പോൾ പൊളിച്ച് പുതുക്കി പണിയുന്ന ഏരിയയിലാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഇപ്പുറത്താണ് ബസ്സൊക്കെ നിർത്തുന്നത്. അങ്ങനെ നീലേശ്വരം സ്റ്റാൻഡ് എന്ന് പറയാൻ ഇപ്പോൾ അവിടെ ഇല്ല. നീലേശ്വരത്തേക്ക് ബസ് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നീലേശ്വരമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിലെ നല്ലൊരു വലിയൊരു ടൗണാണ് കാഞ്ഞങ്ങാട്. അനുദിനം വളരുന്ന കാഞ്ഞങ്ങാട് എന്ന് പറയാം. മുന്നേ ഇവിടെയൊക്കെ നിറയെ മരങ്ങളുണ്ടായിന്. പക്ഷെ ഇപ്പോൾ റോഡ് വീതി കൂട്ടൽ ഇതൊക്കെ ആയിട്ട് മരങ്ങളെല്ലാം അങ്ങ് പോയി. കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല വലിയ മാളുകളൊക്കെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. വലതുഭാഗത്ത് നമുക്ക് കാണാൻ വലിയ ഷോപ്പിക വെഡ്ഡിങ്സിൻ്റെ ഒരു ബിഗ് മാൾ. അതിനപ്പുറത്ത് മറ്റൊരു മാള്, വലിയൊരു മാള്. അതിന് തൊട്ടപ്പുറത്ത് ഷോപ്രിക്സ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതേപോലെ തന്നെ അടുത്ത ഭാഗത്തു നിരവധിയായിട്ട് കെട്ടിടങ്ങളുണ്ട്. വലത് സൈഡിലിരുന്നുകൊണ്ട് ആ ഒരു ഭാഗത്തെ വിഷ്വൽ മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ. അങ്ങനെ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഷോപ്രിക്സ് ഹൈപ്പർ മാർക്കറ്റ്. ജ്വല്ലറിയൊക്കെ ഉണ്ട് അവിടെ. ഫ്ലാക്സ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്. ഇത് പഴയ ബസ് സ്റ്റാൻഡാണ് കാഞ്ഞങ്ങാട്. പുതിയ സ്റ്റാൻഡ് അപ്പുറത്താണ്. അവിടെ അത്ര ആക്റ്റീവായിട്ട് കടകളെല്ലാം ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. കുറേ കാലമായി അത് ഓപ്പണാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ നീല പെയിൻ്റ് അടിച്ചതാണ് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം. അതിനകത്തുനിന്ന് ആ ലീഡർ ബസ് ഇറങ്ങി വരുന്ന അവിടെയാണ് പഴയ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. സീബ്ര ക്രോസിലൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചട്ടഞ്ചാല് കഴിഞ്ഞ് തെക്കിലിറക്കത്തിലാണുള്ളത്. തെക്കിലിവിടെയും റോഡിൻ്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇതിലൂടെയും നല്ല റോഡ് ഉണ്ടായത് അപ്പുറത്തെ ഓടിയിട്ടാണ്. കുറച്ച് താഴെ കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് വളവൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കുറഞ്ഞു വളവൊക്കെ. അങ്ങനെ നമ്മൾ ചെറുക്കളം ടൗണിലെത്തി. ചെറുക്കളത്തും ഒരുപാട് മാറ്റം റോഡിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മേൽപ്പാലൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബസ് മാറിക്കയറണം. KSRTC നമ്മളിവിടെ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ബസ്, നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് പിടിച്ച് നാട്ടിലേക്ക് പോകണം. ബസ്സിന് വേണ്ടി ഇനി കുറച്ച് സമയം എന്തായാലും കാത്തിക്കേണ്ടി വരും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബസ് കിട്ടി. ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് അങ്ങനെ ബസ് എത്തിയപ്പോൾ പകുതി സ്ഥലം പകുതിയിലെടുത്തെത്തി. നാട്ടിലെത്തി. റേഷൻ കടയിൽ റേഷൻ ഇത് മാസ്റ്ററിങ്ങിന് വേണ്ടി വന്ന് റേഷൻ കടയിലെത്തി. ഇതാണ് എൻ്റെ നാട്. നമ്മുടെ നാട് പേത്തൂർപ്പാറ.
തൃപ്പാറ റേഷൻ കടയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ റേഷൻ വാങ്ങൽ. അപ്പോൾ ഇന്ന് മാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. 11:40 രാവിലെ പുറപ്പെട്ടിട്ട്. ഇത്ര ദൂരമൊന്നുമില്ല, പക്ഷെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി റേഷൻ കടയിൽ പോയി റേഷനൊക്കെ വാങ്ങി പിന്നെ വീട്ടിലെത്തി. നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ഒരു വ്ളോഗ് പോലെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. ഫുൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.